എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ഒരിടത്ത് വലിയ ദുരന്തമുണ്ടാകുന്നു, മറ്റിടത്ത് വലിയ ആഘോഷ പരിപാടികൾ നടത്തുന്നു. അതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും 11 പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തിട്ടും നിലവിൽ കൂടുതൽ പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ഈ പരിപാടികൾ ഒഴിവാക്കാൻ സംഘാടകർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ സ്റ്റേഡിയത്തിനകത്ത് പരിപാടികൾ നടക്കുകയാണ്. ഒരുപക്ഷെ സ്റ്റേഡിയത്തിനുള്ളിലുള്ളവർ ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാകില്ല ഇത്രയും വലിയൊരു ദുരന്തം പുറത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ സംഘാടകർക്കറിയാം, സുരക്ഷാ ഉദ്യോഗസ്ഥർക്കറിയാം, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനറിയാം, ഉപമുഖ്യമന്ത്രിക്കറിയാം. അദ്ദേഹം തന്നെ അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളോട് തന്നെ പ്രതികരിച്ചതായിരുന്നു. തങ്ങൾ ഇത്രയും വലിയൊരു ആരാധകരെ പ്രതീക്ഷിച്ചില്ല, പക്ഷേ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, മാപ്പ് ചോദിക്കുന്നു എന്നടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സമ്മതിച്ച് പോയ ഉപമുഖ്യമന്ത്രി തന്നെ ഇതിന് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആഘോഷ പരിപാടികൾ തുടരുന്നു എന്നുള്ളത്, വിക്ടറി പരേഡ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഈ സ്റ്റേഡിയത്തിനകത്ത് താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പരിപാടികൾ അരങ്ങേറുന്നു. ഒരുപക്ഷെ ഈ താരങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എങ്കിൽ പോലും തന്നെ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ തന്നെ മുന്നിട്ട് നിന്നുകൊണ്ട് തങ്ങളുടെ ആരാധകർക്ക് ഏറ്റ ഈ ഒരു വലിയ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു വലിയ ആഘോഷ പരിപാടികൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം അവർക്ക് തന്നെ നൽകാമെന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെ സാധിക്കുന്നു ഈ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക്, സംഘാടകർക്ക്? ഒപ്പം തന്നെ നേരത്തെ BCCI അറിയിച്ച പോലെ തന്നെ വെട്ടിച്ചുരുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ എങ്കിൽ പോലും തന്നെ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പരിപാടികൾ തന്നെ, ഈ ആഘോഷ പരിപാടികൾ തന്നെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. 50-ലധികം പേർക്ക് ഇതിനോടകം ഗുരുതരമായി പരിക്കേറ്റുണ്ട്. അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു പശ്ചാത്തലം. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുമ്പോഴാണ് അകത്ത് ഇപ്പോഴും വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. എന്തായാലും നിലവിൽ പുറത്തുള്ള ആരാധകരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും പലയിടത്തും നിലനിൽക്കുന്ന റോഡിന് ഇരുവശവും നിലനിൽക്കുന്ന ആരാധകർക്ക് ഇപ്പോഴും അറിയില്ല ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടുണ്ട് എന്ന്. കാരണം അല്പസമയത്ത് മുമ്പ് ചില ആരാധകരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. വളരെ കുറച്ചധികം നേരമായി കാത്തു നിൽക്കുന്നു, തങ്ങൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്നുള്ള പ്രതികരണമായിരുന്നു നേരത്തെ ആരാധകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും നിലവിൽ ഹോസ്പിറ്റലിൽ നിന്നുമൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള ആശങ്കകരമായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് എന്തോ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആശങ്കയേറ്റുന്ന വിവരങ്ങൾ തന്നെയാണ് ഓരോ നിമിഷവും ബംഗളൂരുവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കപ്പുയർത്തിയും സെൽഫി എടുത്തും ടീം അംഗങ്ങൾ ഉള്ളിൽ ആഘോഷിക്കുമ്പോൾ 11 പേർ അവിടെ പുറത്ത് ജീവൻ കിട്ടാതെ ഒന്നിനു മേൽ ഒന്നായി വീണ് പിടഞ്ഞു മരിച്ച സാഹചര്യമുണ്ട്. ഡെപ്യൂട്ടി സിയും DK ശിവകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് വേണ്ടത്ര സൗകര്യമൊരുക്കാൻ വീഴ്ച സംഭവിച്ചു. And we appeal even in the metros, whatever the metros has been jammed, we are not able to start. We are taking a little bit time to see that everything comes to the normal position. What is at present? Yes. Of course. There is some issues. I will come back to you after I visit the hospital. No, I can't. Only 5,000 police personnel were deployed, sir. You said the crowd that came in was running into thousands, sir. Was this enough? It was not thousands, it was lakhs. No. See, Nodi. BJP is saying, sir, it was ನೋಡಿ ನಾವು ಏನ್ ಮಾಡಬೇಕು ನಮ್ಮವರೆಲ್ಲ ಮಾಡಿದ್ದಾರೆ. ಐ ಡೋಂಟ್ ಬ್ಲೇಮ್ ಮೈ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್, ಬೆಸ್ಟ್. ಬಟ್ ನೀವೇ ನಿಮ್ ಕಣ್ಣಲ್ಲೇ ನೋಡಿದಿರಿ, ಕ್ರೌಡ್ ನೋಡಿದಿರಿ, ಯಾರು ಕಂಟ್ರೋಲ್, ಅವ್ರಿಗೆ ಯಾರಿಗೂ ನಾವು ಯಾರು ದೊಣ್ಣೆಗೆ ತೀಸ್ಕೊಂಡು ಹೊಡಿಯಕ್ಕಾಗಲ್ಲ, ಇದನ್ನ ಮಾಡಕ್ಕಾಗಲ್ಲ. ಏನ್ ಅರೇಂಜ್ಮೆಂಟ್ ലക്ഷക്കണക്കിന് പേരെത്തി അവിടേക്ക്. ഐ ഡോണ്ട് ബ്ലെയിം മൈ പോലീസ്മെൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസുകാരെ പഴി പറയുന്നില്ല, പക്ഷെ ആരെ പഴി പറയണമെന്നുള്ളത് അദ്ദേഹം തന്നെ കുറച്ച് അല്പസമയത്തിന് ശേഷം വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭാഷ്യം എന്താണ് നമുക്ക് കാത്തിരിക്കാം. എന്നാലും സ്റ്റേഡിയത്തിനുള്ളിൽ ആഘോഷം നടന്നു. സ്റ്റേഡിയത്തിനുള്ളിൽ അവർ ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു, ഒപ്പം കരിമരുന്ന് പ്രയോഗം പോലും നടക്കുന്ന സാഹചര്യം ഇടയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അത്രമാത്രം വലിയ ദുരന്തം പുറത്ത് നടന്നപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീം അംഗങ്ങൾ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീം മാനേജ്മെന്റും എങ്കിലും അല്പം
കൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു എന്നുള്ളത് സാധാരണ ക്രിക്കറ്റ് ആരാധകരെങ്കിലും കരുതുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 11 പേരാണ് പുറത്ത് മരിച്ചത്. ആഘോഷത്തിനെത്തിയതാണ് അവർ. ദുരന്ത ഭൂവിലേക്ക് എത്തിയവരല്ല അവർ. ക്രിക്കറ്റ് ജയിച്ചെത്തിയ, ചാമ്പ്യന്മാരായെത്തിയ സ്വന്തം ടീം അംഗങ്ങൾക്ക് ആശംസ നേരാനെത്തിയ ആളുകൾ 11 ആരാധകർ പുറത്ത് ശ്വാസം മുട്ടിയും തിക്കിലും തിരക്കിലും ഇട്ട് മരിക്കുമ്പോൾ അകത്ത് ആഘോഷം നടക്കുന്നു എന്നുള്ള ലജ്ജാവഹമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായത് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.